പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ക്രിസ്മസിൻ്റെ വലിയ ആനന്ദത്തിലേക്ക്, വലിയ കാത്തിരിപ്പിലല്ലേ? സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ സംഭവിക്കാൻ പോവുക. ഒരു വലിയ ക്രിസ്മസിന് ഒരു വലിയ കാത്തിരിപ്പുണ്ട്. ചെറുപ്രായത്തിൽ, കൊച്ചുനാളിൽ ക്രിസ്മസിന് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വാസ്തവത്തിൽ. ഒരുപക്ഷെ പ്രായമായി വരുമ്പോൾ തോറും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടുക. പക്ഷെ എനിക്കൊന്നൊരു പുരോഹിതൻ എന്ന നിലയിൽ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ക്രിസ്മസ്. ഞാൻ ക്രിസ്മസിനെ പറ്റി വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കും. എന്തോ സംഭവിക്കാൻ പോകും ക്രിസ്മസിന്. നമ്മളെ രക്ഷകൻ, നിന്നെ ക്രിസ്തു, പണ്ട് നടന്നൊരു സംഭവത്തിൻ്റെ പുനർവായനയല്ല ക്രിസ്മസ് കേട്ടോ. ടുഡേ ക്രൈസ്റ്റ് ഈസ് ബോൺ ഫോർ യു. ഇന്ന് ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചു. ഈ ഒച്ച മാലാഖമാരുടെ പാട്ട് ഞാൻ ഒരിക്കൽ കൂടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അടുത്ത കാലത്തൊരു സിനിമ കണ്ടെല്ലാന്ന് വെച്ച് ഔട്ടിക്കാരൊക്കെ ഒന്നും നോക്കി പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടു. ഒരു സിനിമ റിലീസ് ആകുമ്പോൾ എന്തുമാത്രം വലിയ കാത്തിരിപ്പല്ലേ? അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിന് വേണ്ടി എന്തൊരു കാത്തിരിപ്പാണ്. അല്ലെങ്കിൽ ഒരു പ്രധാന മാർപ്പാപ്പ വരുന്നു ഇന്ത്യയിൽ, എന്തൊരു തീക്ഷ്ണതയായിരിക്കും നമ്മൾ കാത്തിരിക്കും. ഇപ്പം എവിടെ വന്നാലും നമ്മൾ ഓടിപ്പോയി കാണാൻ നോക്കും. അതേപോലെ ക്രിസ്തു വരുന്നു. ക്രിസ്തു നിനക്ക് വേണ്ടി വരുന്നു. ക്രിസ്തു വന്നിട്ട് നിന്റെ പേര് വിളിക്കുന്നു. ക്രിസ്തു വന്നിട്ട് നിന്നെ നോക്കിയിരിക്കുന്നു. ഇത് പവർഫുള്ളായത് ക്രിസ്തു അനുഭവം. ചങ്കിലേക്ക് കയറുന്ന, എന്നെ ആരും കാത്തിരിക്കാറില്ല, എവിടെയെങ്കിലും ചെന്ന് എന്നെ ആരും പേര് വിളിക്കാറില്ല, ഞാൻ തിരിച്ചറിയപ്പെടാതെ പോലുമില്ല. ഇതൊക്കെ കർത്താവ് ഇന്ന് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. കർത്താവ് നിന്നെ 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 ഫോർ യു ഫോർ യു ഫോർ യു. ഇതൊരു പവറാണ് ഇത്. നമ്മളെ തിരുവചനത്തിൽ പെട്ടെന്നൊന്ന് കടന്നു ആർക്കാണ് ഈ ക്രിസ്മസ് കിട്ടിയെന്നൊന്ന് ധ്യാനിക്കണ്ടേ. നാളെ 24-ാം തീയതിയാണ്. 23 ഒന്ന് ക്രിസ്മസിൻ്റെ ഒരുക്കം. എൻ്റെ മനസ്സിലേക്ക് യോസേപ്പ് പിതാവാണ് വരുന്നത്. മത്തായി സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യോസേപ്പ് പിതാവ് എന്നൊരു സാധാരണക്കാരനായ യഹൂദൻ, ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. നീതിമാനായിരുന്നു എന്ന് ബൈബിൾ എഴുതും. വിശുദ്ധൻ എന്ന് നമ്മുടെ ഭാഷയിൽ. ഒരു ഹോളി സോൾ, എ ഗുഡ് സോൾ, ഒരു നല്ല മനുഷ്യൻ, ആരൊക്കെ മുറിവേൽപ്പിക്കാത്ത, ദൈവസന്നിധിയിൽ ഇങ്ങനെ എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെ കയ്യും പിരിച്ച് കണ്ണും തുറന്ന് നിൽക്കുന്നൊരു മനുഷ്യൻ. ജീവിതത്തിലൊരു കല്യാണം വന്ന് ജീവിതത്തെ പ്രധാനപ്പെട്ട കാര്യം ദൈവം തരുമ്പം മതി എന്ന് പറഞ്ഞു തന്ന മനുഷ്യനാണ്. ദൈവം കൊടുത്തു, ദൈവം നിശ്ചയിച്ചു അവൻ്റെ കല്യാണം. പക്ഷെ കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോഴത്തേന് അവന് വിവരം കിട്ടുന്നത് അവൻ്റെ ഭാര്യ, ഫിയാൻസെ മാരി ഈസ് പ്രഗ്നന്റ്. നമ്മളിങ്ങനെ വല്ലാതെ വിഷമത്തിൽ, വിമ്മിഷ്ടത്തിൽ, മരിച്ചാൽ മതി എന്നൊക്കെ പോലും ചിന്തിക്കത്തില്ലേ? ഇന്നലെ വന്നൊരു അമ്മ കരയുന്നത് ഞാൻ കണ്ടു. വെച്ചാൽ മോൻ്റെ കല്യാണം ജനുവരി വെച്ചിരുന്ന മാറിപ്പോയി. അമ്മ വാവിട്ട് നിലവിളിച്ചോ. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാറിപ്പോയെങ്കിൽ അതൊരു നന്മയ്ക്കാന്ന് വിശ്വസിച്ചോ. ഇനി നിർബന്ധിച്ച കല്യാണം പിടിച്ച് തിരിച്ചു കയറ്റാൻ നോക്കണ്ട കേട്ടോ. മാറിപ്പോയ കല്യാണം ദൈവം മാറ്റിക്കളഞ്ഞെന്നൊക്കെ ധ്യാനിച്ചെടുത്തോ. നമ്മളിവിടെ യോസേപ്പ് പിതാവ് നിൽക്കുക. ആരോടും ചോദിക്കാനില്ല, ആരോടും ഡിസ്കസ് ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ യോസേപ്പ്. ആകപ്പാടുകൾ പൊന്നു തമ്പുരാനാ. ജീവിതത്തിൽ ഉത്തരം മുട്ടുന്ന ചില അനുഭവങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ചില സാഹചര്യങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ നിൽക്കുന്ന യോസേപ്പ്. അവൻ കണ്ണുകളടച്ച കൈകൾ കൂപ്പി അവന് മയക്കത്തിലേക്ക് വീഴുക. അവൻ കാണുന്നു ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ജോസഫ് നീ ഭയപ്പെടണ്ട. ദൈവമക്കളെ, കൈകൂപ്പി നിൽക്കുന്നവർക്കും കണ്ണടച്ച് നിൽക്കുന്നവർക്കും ദൈവം വരുമെന്ന് കാത്തിരിക്കുന്നവർക്കും ഉള്ളതാ ക്രിസ്മസ്. ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. നാളെ ചൊവ്വാഴ്ച. പറ്റുന്നത്രയും പള്ളി ഒന്ന് ഫുൾ ടൈം ഇരിക്കാനാണ് ഞാൻ പറയണേ. കുറച്ചധികം നേരം നാളെ പ്രാർത്ഥന, ഒന്ന് കുമ്പസാരിക്കും ഇന്നത്തെ ദിവസം. നല്ലൊരു ഒരുക്കം. ഈ കണ്ണടച്ച കൈകൂപ്പി യോസേപ്പ് പിതാവിൻ്റെ കയ്യിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ പുരോഹിതന് ആദ്യം ക്രിസ്തുവിനെടുത്ത അമ്മയാണെങ്കിൽ രണ്ടാമത് യോസേപ്പ് പിതാവ് എടുത്തത് അമ്മയെടുത്ത് യോസേപ്പ് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. എത്ര ഭാഗ്യപ്പെട്ട കൈ, പിന്നെ ആ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി. എനിക്ക് പറയും, ഒരു പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഐക്കണായിട്ട് യോസേപ്പ് പിതാവ് മാറുക. കൊച്ചിനെ തൊട്ടേ അന്ന് മുതൽ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി.
എടുത്ത വെല്ലുവിളികളൊക്കെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ധ്യാനിക്കാനുണ്ട്. നമ്മളെ കാത്തിരിക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടും. നല്ലൊരു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിട്ട് ഈ 2 ദിവസങ്ങളും ആകട്ടെ. ഓ ദൈവമേ, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖയുടെ സ്വരം ഞാനും ഒന്ന് കേൾക്കട്ടെ, സ്വർഗത്തിൻ്റെ സ്വരം ഞാനും ഒന്ന് കേൾക്കട്ടെ. എനിക്ക് വേണം ക്രിസ്തുവിനെ, എനിക്ക് ക്രിസ്തുവിനെ മാത്രം മതി. എനിക്കും ഉണ്ണീശോയെ എൻ്റെ കൈകൊണ്ട് നേടുക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ദൈവകൃപകൾ ഉണ്ടാകട്ടെ. ആനന്ദം നിറഞ്ഞ ഒരനുഭവമായിട്ട് ഈ ക്രിസ്മസുമാകട്ടെ. ദുഃഖിക്കുന്നവർ, വേദനിക്കുന്നവർ, നിരാശപ്പെടും, തകർന്നവർ, തളർന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും, ക്രിസ്മസിൻ്റെ വിസ്മയങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പൊന്നുമക്കളെ, നാളെ 24-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസം. രാവിലെ മുതലുള്ള എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുറച്ച് നേരം വന്നിരുന്ന് പ്രാർത്ഥിക്കണം. നല്ലൊരു കുമ്പസാരം, കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ഒരവസരം തന്നിരിക്കുക 24-ാം തീയതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കൊല്ലം കൺവെൻഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അനുഗ്രഹമായി മാറ്റി കർത്താവ് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ